എല്ലാവർക്കും +1 ഇലക്ട്രോണിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നാലാമത്തെ ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 4 സെമി കണ്ടക്ടർ ഡയോഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ വിശദമായി തന്നെ പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പഠിക്കുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ ഫിഗറിൽ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും തന്നിട്ടുണ്ട്. നമുക്കതിലേക്കൊന്ന് നോക്കാം. പി ടൈപ്പിലെ മെജോറിറ്റി കാരിയർ ഹോൾസ്, മൈനോറിറ്റി കാരിയർ ഇലക്ട്രോൺസ്, അതുപോലെ തന്നെ നെഗറ്റീവ്ലി ചാർജ്ഡ് അക്സെപ്റ്റർ അയോൺസ്. അപ്പോൾ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് എവിടെ നിന്ന് വന്നു? നമുക്കറിയാം, ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്തത്. ഇങ്ങനെ ഒരു ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്തപ്പോൾ അവിടെ ഹോൾസ് ഉണ്ടായി. ഹോൾസിൻ്റെ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ്, ഒരു ഹോളിൻ്റെ ചാർജ് പോസിറ്റീവ്. അപ്പോൾ അതിനൊരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം പ്രോട്ടോണിൻ്റെ എണ്ണത്തേക്കാൾ കൂടുന്നു. അപ്പോൾ ആ ആറ്റത്തിൻ്റെ മൊത്തത്തിലുള്ള ചാർജ് നെഗറ്റീവായി മാറുന്നു. ഇങ്ങനെയാണ് നമുക്കിവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് അക്സെപ്റ്റർ അയോൺസ് ഉണ്ടായത്. അപ്പോൾ ഈ അയോൺസ് എന്ന് പറയുന്നത് ഇമ്മൊബൈൽ ആണ്, അതായത് അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഇമ്മൊബൈൽ എന്ന് പറഞ്ഞത്. ഇനി നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ നോക്കാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലെ മെജോറിറ്റി കാരിയേഴ്സ് ആരാണ്? ഫ്രീ ഇലക്ട്രോൺസ്. മൈനോറിറ്റി കാരിയേഴ്സോ ഹോൾസ്. അതോടൊപ്പം അവിടെ പോസിറ്റീവ്ലി ചാർജ് ഡോണർ അയോൺസ് ഉണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് അയോൺസ് എങ്ങനെ ഉണ്ടായി? നേരത്തെ നമ്മൾ പി ടൈപ്പിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാവാൻ വേണ്ടി നമ്മുടെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ ഒരു പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തു. ഇങ്ങനെ ഒരു പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടായി. അതായത് ഈ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റിക്ക് ഒരു ഫ്രീ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഡോണർ ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇങ്ങനെ ഒരു ഫ്രീ ഇലക്ട്രോണിനെ അത് ഡൊണേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ എണ്ണം മൊത്തത്തിൽ കുറഞ്ഞു. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം കൂടി. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. അതുകൊണ്ട് നമ്മുടെ ഈ അയോണിൻ്റെ ചാർജ് എന്തായി മാറി? പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ. ഈ അയോണും ഇമ്മൊബൈലാണ്, അതിന് മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ജോയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ കൊണ്ട് ചേർത്ത് വെച്ചതുപോലെ വെറുതെ ജോയിൻ ചെയ്യുകയല്ല, ഒരു സ്പെഷ്യൽ ഫാബ്രിക്കേഷൻ ടെക്നിക്ക് വഴി നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇത് പി ടൈപ്പ്, ഇത് എൻ ടൈപ്പ്, രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ കോണ്ടാക്റ്റ് സർഫസ്, ആ സർഫസിന് പറയുന്ന പേരാണ് പി എൻ ജംഗ്ഷൻ. അപ്പോൾ എന്താണ് ഈ പി എൻ ജംഗ്ഷൻ? When a p-type semiconductor is suitably joined to an n-type semiconductor, the contact surface formed is known as p-n junction. അപ്പോൾ ഇനി നമുക്ക് ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഫോർമേഷൻ ഓഫ് പി എൻ ജംഗ്ഷൻ ഇവിടെ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് ഒരു പി എൻ ജംഗ്ഷൻ ജസ്റ്റ് ഫോം ചെയ്ത ഉടനെ ഉള്ളതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഫോം ചെയ്ത ഉടനെ എന്ന് പറയാൻ കാരണം, ഫോം ചെയ്ത് അല്പ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചില പ്രോസസ്സൊക്കെ നടക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫിഗർ അല്ല ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു പി ടൈപ്പ് മെറ്റീരിയലും എൻ ടൈപ്പ് മെറ്റീരിയലും ജസ്റ്റ് ഫോം ചെയ്ത ആ ടൈമിലുള്ള ഒരു പി എൻ ജംഗ്ഷൻ. അപ്പോൾ അവിടെ പി ടൈപ്പ് മെറ്റീരിയലിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, നമ്മുടെ മെജോറിറ്റി കാരിയർ ഹോൾസ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഉണ്ട്. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലാണെങ്കിൽ നമ്മുടെ മെജോറിറ്റി കാരിയർ ഇലക്ട്രോൺസ് ഉണ്ട്, അതോടൊപ്പം തന്നെ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഉണ്ട്. അത് ഈ പി എൻ ജംഗ്ഷനകത്ത് നമ്മൾ എക്സ്റ്റേണൽ വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് പി എൻ ജംഗ്ഷൻ ജസ്റ്റ് ഫോം വിത്ത് നോ എക്സ്റ്റേണൽ വോൾട്ടേജ്, അതായത് ഇവിടെ എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കാതെ ഉടനെ ഫോം ചെയ്ത ഒരു പി എൻ ജംഗ്ഷൻ. അപ്പോൾ ഇതിനെ ഇനി ഞാൻ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് വേറെ ഒരു കാര്യം പറയണമെന്നുണ്ട്. അതായത് നമുക്കറിയാം ഇവിടുത്തെ ചാർജ് കാരിയേഴ്സ്, രണ്ട് ടൈപ്പ് ചാർജ് കാരിയേഴ്സ് ഉണ്ട്, ഹോൾസും ഇലക്ട്രോൺസും. ഈ ചാർജ് കാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് പ്രധാനമായും രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് ഡിഫ്യൂഷനും അടുത്തത് ഡ്രിഫ്റ്റ്. അപ്പോൾ എന്താണ് ഈ ഡിഫ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, എപ്പോഴും
കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് ചാർജ് ക്യാരിയേഴ്സ് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള മൂവ്മെൻറ്റിന് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ചാർജ് ക്യാരിയർ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ചാർജ് ക്യാരിയർ മൂവ്മെൻറ്റിനെ എന്തു പറയുന്നു? ഡിഫ്യൂഷൻ. രണ്ടാമത്തെ കേസാണ് ഡ്രിഫ്റ്റ്. ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ ആ ചാർജ് ക്യാരിയർ മൂവ്മെൻറ്റ് അവിടെ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് വോൾട്ടേജിനെ അല്ലെ സപ്ലൈയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ മൂവ്മെൻറ്റാണ് ഡ്രിഫ്റ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ തന്നിരിക്കുന്ന ഫിഗറിൽ പി എൻ ജംഗ്ഷൻ വിത്ത് നോ എക്സ്റ്റേണൽ വോൾട്ടേജ്, എക്സ്റ്റേണലായിട്ട് വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ഡ്രിഫ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഡിഫ്യൂഷനാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത ഉടനെ അവിടെ എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നു എന്നാലോചിച്ച് നോക്കാം. പി ടൈപ്പിലെ മെജോറിറ്റി ക്യാരിയേഴ്സ് ഹോൾസ് ആണ്. എൻ ടൈപ്പിലെ മൈനോറിറ്റി ക്യാരിയേഴ്സ് ആണ് ഹോൾസ്. അപ്പോൾ ഹോൾസിൻ്റെ എണ്ണം കൂടുതൽ പി ടൈപ്പിലും എണ്ണം കുറവ് എൻ ടൈപ്പിലുമാണ്. അപ്പോൾ ഈ ഹോൾസ് പിയിൽ നിന്നും എന്നിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും ദ ഹോൾസ് ഇൻ ദ പി റീജിയൻ ഡിഫ്യൂസ് ഇൻ ടു ദ എൻ റീജിയൻ. അങ്ങനെ ഹോൾസ് പിയിൽ നിന്നും എന്നിലേക്ക് എത്തി. എന്നിലെത്തിയപ്പോൾ അവിടുത്തെ മെജോറിറ്റി ക്യാരിയേഴ്സ് നിൽക്കുന്നുണ്ട്. ആരാണത്? ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവ്. അപ്പോൾ ഈ ഹോളിൻ്റെ ചാർജ് പോസിറ്റീവ്. ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോൾസ് ഈ ഫ്രീ ഇലക്ട്രോൺസുമായിട്ട് എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു. ദെൻ ദേ കമ്പൈൻ വിത്ത് ദ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ എൻ റീജിയൻ. അതുപോലെ തന്നെ അടുത്ത കണ്ടീഷൻ നമുക്ക് നോക്കാം. എന്നിലെ മെജോറിറ്റി ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ്, പിയിലെ മൈനോറിറ്റി ക്യാരിയേഴ്സ് ആണ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്നിൽ കൂടുതലും പിയിൽ കുറവുമാണ്. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്നിൽ നിന്ന് എവിടേക്ക് മൂവ് ചെയ്യും? പിയിലേക്ക് മൂവ് ചെയ്യുന്നു. ദ ഇലക്ട്രോൺസ് ഇൻ ദ എൻ റീജിയൻ ഡിഫ്യൂസ് ഇൻ ടു ദ പി റീജിയൻ. അപ്പോൾ പിയിലെത്തുമ്പോൾ പിയിൽ നമുക്കറിയാം പിയിലെ മെജോറിറ്റി ക്യാരിയേഴ്സ് ഹോൾസ് അവിടെ നിൽക്കുന്നുണ്ട്. ഹോൾസിൻ്റെ ചാർജ് പോസിറ്റീവ്. ഇവിടെ നിന്ന് വന്ന ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവ്. ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ചെയ്യുന്നു. അതുകൊണ്ട് അത് കമ്പൈൻ ചെയ്യുന്നു. സോ ദേ കമ്പൈൻ വിത്ത് ദ ഹോൾസ് ഇൻ ദ പി റീജിയൻ. പി റീജിയനിലുള്ള ഹോൾസുമായിട്ട് ഇത് കമ്പൈൻ ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ പി റീജിയനിലുള്ള ഹോൾസ് എല്ലാം എൻ റീജിയനിലേക്ക് പോകുന്നു. അവിടെയുള്ള ഇലക്ട്രോൺസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. എൻ റീജിയനിലുള്ള ഇലക്ട്രോൺസ് എല്ലാം പിയിലേക്ക് വരുന്നു. അവിടെയുള്ള ഹോൾസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഈ പ്രോസസ്സ് ഒരല്പസമയം കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പി എൻ ജംഗ്ഷൻ്റെ അടുത്തായിട്ട് പി സൈഡിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ എൻ സൈഡിലോ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് മാത്രമേ ജംഗ്ഷൻ്റെ അടുത്തുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന മെജോറിറ്റി ക്യാരിയേഴ്സായ ഹോൾസും ഇലക്ട്രോൺസും റീകോമ്പിനേഷൻ വഴി ഇല്ലാതായി കഴിഞ്ഞു. അത് ഇവിടെ നമ്മുടെ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ജംഗ്ഷൻ്റെ പി സൈഡിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസും എൻ സൈഡിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി വെൻ എ ഹോൾ മൂവ് ടുവേർഡ്സ് ദ ജംഗ്ഷൻ there forms a net negative charge at the p side. അതുപോലെ തന്നെ when an electron moves towards the junction there forms a net positive charge at the n side. അങ്ങനെ ജംഗ്ഷൻ്റെ പിയിൽ നെഗറ്റീവ് ചാർജും എന്നിൽ പോസിറ്റീവ് ചാർജും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിയിൽ ഇനി കുറച്ച് ഹോൾസ് ഉണ്ട്. അതുപോലെ തന്നെ എന്നിൽ കുറേ ഇലക്ട്രോൺസും ഇരിക്കുന്നു. അപ്പോൾ പിയിലുള്ള ഹോൾസ് വിചാരിച്ചു ആ ജംഗ്ഷനിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ എന്നിലെത്തി ഇലക്ട്രോൺസുമായിട്ട് കമ്പൈൻ ചെയ്യാം. അങ്ങനെ പിയിൽ നിന്നും ഹോൾസ് ജംഗ്ഷൻ വരെ എത്തിച്ചേർന്നു. ഈ ജംഗ്ഷനിലെത്തിയപ്പോൾ എൻ സൈഡിൽ ഏത് അയോൺസ് നിൽക്കുന്നു? നമ്മുടെ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് നിൽക്കുന്നു. ഹോളിൻ്റെ ചാർജ് പോസിറ്റീവ്, ഇവിടെയുള്ള അയോൺസിൻ്റെ ചാർജ് പോസിറ്റീവ്. അപ്പോൾ നമുക്കറിയാം സെയിം ചാർജ് റിപ്പൽ ചെയ്യുന്നു. അതുകൊണ്ട് ഹോൾസിന് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഹോൾസിന് ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ എൻ സൈഡിലുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് ജംഗ്ഷനിലെത്തി. അപ്പോൾ പി സൈഡിൽ ജംഗ്ഷൻ്റെ അടുത്തായിട്ട് ആര് നിൽക്കുന്നു? നമ്മുടെ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് നിൽക്കുന്നു. ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവ്, അയോൺസിൻ്റെ ചാർജ് നെഗറ്റീവ്. സെയിം ചാർജ് റിപ്പൽ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇലക്ട്രോൺസിന് ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത്
പോസിറ്റീവ് ചാർജ് അറ്റ് ദ എൻ സൈഡ് സ്റ്റോപ്സ് ദ ഹോൾസ് ഫ്രം ഫർദർ ഡിഫ്യൂഷൻ. അതുപോലെ തന്നെ ദ നെഗറ്റീവ് ചാർജ് അറ്റ് ദ പി സൈഡ് സ്റ്റോപ്സ് ഇലക്ട്രോൺസ് ഫ്രം ഫർദർ ഡിഫ്യൂഷൻ. ഹോൾസിന് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് എന്നിലോട്ടും പോകാൻ പറ്റുന്നില്ല, ഇലക്ട്രോൺസിന് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പിയിലേക്കും പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ജംഗ്ഷൻ്റെ അവിടെയുള്ള പി സൈഡിലെ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസും എൻ സൈഡിലെ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും ഒരു ബാരിയർ പോലെ നിൽക്കുന്നു, ഒരു മതിൽ പോലെ നിൽക്കുന്നു. ഈ മതിലിനെ ക്രോസ് ചെയ്ത് നമ്മുടെ കാരിയേഴ്സിന് അവിടേക്കോ ഇവിടേക്കോ പോകാൻ പറ്റണില്ല. അതുകൊണ്ട് നമുക്ക് പറയാം, this results in the formation of a barrier potential which prevents the respective charge carriers crossing the junction. അപ്പോൾ ഈ അയോൺസ് ഒരു ബാരിയർ പോലെ, ഒരു മതിൽ പോലെ ഇവിടെ നിൽക്കുന്നു. ഇത് പിന്നീട് ഹോൾസിനെ പിയിൽ നിന്ന് എന്നിലേക്കോ ഇലക്ട്രോൺസിനെ എന്നിൽ നിന്ന് പിയിലേക്കോ പോകാൻ അനുവദിക്കില്ല. അപ്പോൾ ഈ ബാരിയറിൻ്റെ ഒരു സൈഡിൽ പോസിറ്റീവ് ചാർജും ഒരു സൈഡിൽ നെഗറ്റീവ് ചാർജുമാണുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം, നമ്മുടെ ജംഗ്ഷൻ ക്രോസ് ആയിട്ട് ഒരു ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഡിപ്ലീഷൻ ലെയർ അല്ലെങ്കിൽ ഒരു സ്പേസ് ചാർജ് റീജിയൻ ഫോം ചെയ്തിരിക്കുന്നു. ഇൻസൈഡ് ദ ബാരിയർ ദർ ഈസ് പോസിറ്റീവ് ചാർജ് ഓൺ ദ എൻ സൈഡ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഓൺ ദ പി സൈഡ്. ദിസ് റീജിയൻ ഈസ് നോൺ ആസ് ഡിപ്ലീഷൻ റീജിയൻ ഓർ സ്പേസ് ചാർജ് റീജിയൻ. ഈ റീജിയൻ ഇങ്ങനെ പേര് വരാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയാനുള്ള കാരണം, ആ റീജിയനിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, അവിടെ ഒരു ചാർജ് ക്യാരിയേഴ്സും ഇല്ല, അതായത് ഫ്രീ ഇലക്ട്രോൺസും ഇല്ല, ഹോൾസും ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പേര് പറഞ്ഞത്? ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് സോ കോൾഡ് ബിക്കോസ് ദ മെജോറിറ്റി ക്യാരിയേഴ്സ് ഹാവ് ബീൻ ഡിപ്ലീറ്റഡ്. ഇനി നമുക്കറിയാം, ബാരിയർ നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നുണ്ടല്ലോ, ആ പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ ഒരെൻഡിൽ നിന്നും അടുത്ത എൻഡ് വരെ വരുന്ന ആ ഫിസിക്കൽ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് വിഡ്ത്ത് ഓഫ് ബാരിയർ. ദ ഫിസിക്കൽ ഡിസ്റ്റൻസ് ഫ്രം വൺ സൈഡ് ഓഫ് ദ ബാരിയർ ടു ദ അതർ സൈഡ് ഈസ് നോൺ ആസ് വിഡ്ത്ത് ഓഫ് ബാരിയർ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെയാണ്? സിലിക്കണും ജെർമേനിയവും. അപ്പോൾ നമ്മുടെ സിലിക്കണിൻ്റെ കേസിൽ ഈ പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.7 വോൾട്ടും ജെർമേനിയത്തിൻ്റെ കേസിൽ ഇതിൻ്റെ വാല്യൂ 0.3 വോൾട്ടും ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ പി എൻ ജംഗ്ഷൻ്റെ ഫോർമേഷൻ കണ്ടു കഴിഞ്ഞു. ഈ പി എൻ ജംഗ്ഷന് പറയുന്ന മറ്റൊരു പേരാണ് സെമി കണ്ടക്ടർ ഡയോഡ്. എ പി എൻ ജംഗ്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് സെമി കണ്ടക്ടർ ഡയോഡ്. ഇവിടെ ഫിഗറിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, ഒരു സെമി കണ്ടക്ടർ ഡയോഡ്, അതായത് ഒരു പി എൻ ജംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും അതിനിടയിലായിട്ടുള്ള ഡിപ്ലീഷൻ ലെയറുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ആ ജംഗ്ഷൻ കാണിച്ചിട്ടില്ല, കാരണം പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതാണ് ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു സെമി കണ്ടക്ടർ ഡയോഡിൻ്റെ സർക്യൂട്ട് സിമ്പലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഏതൊരു ഇലക്ട്രോണിക് കമ്പോണൻറ്റും സർക്യൂട്ടിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പൽസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ ഡയോഡിന് ഉപയോഗിക്കുന്ന സിമ്പലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ സിമ്പലിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. ഒരു ആരോയുടെ ഷേപ്പിലല്ലേ അത് കൊടുത്തിരിക്കുന്നത്? ആരോ എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു പരന്ന ഒരു പ്ലേസ് ഉണ്ട്. അതാണ് നമ്മുടെ ഡയോഡിൻ്റെ പി റീജിയൻ, അതായത് ആനോഡ്. അതുപോലെ ആ ഡയോഡിൻ്റെ കൂർത്തിരിക്കുന്ന പ്ലേസ് കണ്ടില്ലേ, അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനും കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഡയോഡിൻ്റെ എൻ റീജിയൻ, അതായത് കാഥോഡ്. അപ്പോൾ നമ്മുടെ ഡയോഡിന് എത്ര ടെർമിനൽസ് ഉണ്ട്? 2 ടെർമിനൽസ്. ഏതൊക്കെയാണ് ആ ടെർമിനൽസ്? ആനോഡും കാഥോഡും. അടുത്തതായി കൊടുത്തിരിക്കുന്നത് ഒരു ഡയോഡിൻ്റെ ഫിഗറാണ്. ഡയോഡിൻ്റെ ഫിഗർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ ടെർമിനൽസ് നമ്മൾ സർക്യൂട്ടിൽ കണക്റ്റ് ചെയ്യുമ്പോൾ ആനോഡും കാഥോഡും നമുക്ക് തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ട് എൻ സൈഡിൽ, അതായത് കാഥോഡിൽ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു
നമ്മുടെ ഡയോഡിൻ്റെ ബോഡി ഒരു ബ്ലാക്ക് കളറിലാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു സിൽവർ കളർ മാർക്ക് ഉണ്ടായിരിക്കും. ആ മാർക്കുള്ള എൻഡാണ് നമ്മുടെ എൻ സൈഡ് അഥവാ കാഥോഡ്. ഓപ്പോസിറ്റ് സൈഡ് അപ്പോൾ എന്തായിരിക്കാം? ആനോഡ് ആയിരിക്കാം. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് ബയാസിങ്. ബയാസിങ് എന്ന് പറയുമ്പോൾ ഏതൊരു ഇലക്ട്രോണിക് കമ്പോണൻറ്റും അതിൻ്റെ സർക്യൂട്ടിൽ പ്രവർത്തനക്ഷമമാകണമെങ്കിൽ നമ്മളൊരു DC വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. അപ്പോൾ കൊടുക്കുന്ന വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതായത് കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ എമൗണ്ടിനെ അല്ലെങ്കിൽ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ പൊളാരിറ്റിയെ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ആ ഇലക്ട്രോണിക് കമ്പോണൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അതിന് പറയുന്ന പേരാണ് ബയാസിങ്. അപ്പോൾ നമ്മുടെ PN ജംഗ്ഷൻ ഡയോഡിന് അക്രോസ് ആയിട്ടും നമുക്കൊരു ഇലക്ട്രിക് സപ്ലൈ അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഡയോഡ് ബയാസിങ്ങിൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. When an electric supply is connected across a PN junction diode, then the semiconductor diode is said to be in biasing. അപ്പോൾ ഡയോഡിന് അക്രോസ് ആയിട്ട് നമ്മൾ ഇലക്ട്രിക് സപ്ലൈ കൊടുത്താൽ നമ്മുടെ സെമി കണ്ടക്ടർ ഡയോഡ് ബയാസിങ്ങിലായിരിക്കും എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ കൊടുക്കുന്ന വോൾട്ടേജിനനുസരിച്ച് അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ പൊളാരിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിന് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് പറയുന്ന പേരാണ് ബയാസ് വോൾട്ടേജ്. ദ വോൾട്ടേജ് ഗിവൺ ടു ദ ഡയോഡ് ടു കൺട്രോൾ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് നോൺ ആസ് ബയാസ് വോൾട്ടേജ്. ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ്, ആ വോൾട്ടേജിന് പറയുന്ന പേരെന്താണ്? ബയാസ് വോൾട്ടേജ്. അപ്പോൾ ഈ വോൾട്ടേജ് രണ്ട് രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഈ വോൾട്ടേജ് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യുക എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്? പി ടൈപ്പ് സെമി കണ്ടക്ടറിനോട് ചേർന്ന് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും എൻ സൈഡുമായിട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലും നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ സെല്ലിനെ ഇങ്ങനെ തിരിച്ച് കണക്ട് ചെയ്തൂടെ? എങ്ങനെ? പി സൈഡുമായിട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലും എൻ സൈഡുമായിട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും കണക്ട് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് രണ്ട് രീതിയിൽ സെല്ല് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സെല്ല് കണക്ട് ചെയ്യുന്ന രീതിക്കനുസരിച്ച്, അതായത് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന രീതിക്കനുസരിച്ച് ബയാസിങ് 2 ടൈപ്സ്. ഏതൊക്കെയാണെന്നറിയാമോ? ഫോർവേഡ് ബയാസിങ്, ദെൻ റിവേഴ്സ് ബയാസിങ്. അപ്പോൾ ഒരു ഡയോഡിലേക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന വേക്ക് അനുസരിച്ച് നമ്മൾ ബയാസിങ് എത്ര ടൈപ്സ് ഉണ്ട്? 2 ടൈപ്സ്, ഫോർവേഡ് ബയാസിങ് ആൻഡ് റിവേഴ്സ് ബയാസിങ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ഫോർവേഡ് ബയാസിങ് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, അതായത് നമ്മുടെ PN ജംഗ്ഷൻ്റെ പി സൈഡും ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ സൈഡും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റ് വൺ ഫോർവേഡ് ബയാസിങ് എന്താണെന്ന് നോക്കാം. ഫോർവേഡ് ബയാസിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെമി കണ്ടക്ടർ ഡയോഡിൻ്റെ പി സൈഡുമായിട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും എൻ സൈഡുമായിട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അപ്പോഴാണ് നമ്മുടെ ഫോർവേഡ് ബയാസിങ്ങിലാണ് ഡയോഡ് എന്ന് പറയാൻ പറ്റുന്നത്. When the positive terminal of the battery is connected to P side and negative terminal of the battery is connected to N side, then the PN junction diode is said to be in forward biasing. ഇവിടെ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മുടെ പിയിലെ മെജോറിറ്റി ക്യാരിയറായ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. പി സൈഡ് പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. എന്നിലെ മെജോറിറ്റി ക്യാരിയറായ ഇലക്ട്രോൺസ് കൊടുത്തിട്ടുണ്ട്. ആ എൻ സൈഡ് ബാറ്ററിയുടെ നെഗറ്റീവുമായി കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്കറിയാം, PN ജംഗ്ഷൻ ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ജംഗ്ഷനിൽ ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ട്. ആ ഡിപ്ലീഷൻ ലെയർ വിട്ടും അതിനിടയിലായിട്ട് ജംഗ്ഷൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ പിയിലെ മെജോറിറ്റി ക്യാരിയറായ ഹോൾസിൻ്റെ ചാർജ് പോസിറ്റീവ്, അതുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്ന ബാറ്ററിയുടെ ടെർമിനൽ പോസിറ്റീവ്. സെയിം ചാർജസ് എന്ത് ചെയ്യുന്നു? സെയിം ചാർജസ് റിപ്പൽ ചെയ്യുന്നു. അപ്പോൾ ഹോൾസിനെ പോസിറ്റീവ് ടെർമിനൽ റിപ്പൽ ചെയ്യുന്നു. അപ്പോൾ ഈ ഹോൾസ് എവിടേക്ക് മൂവ് ചെയ്യും? ഹോൾസ് മൂവ് ടുവേർഡ്സ് ദ ജംഗ്ഷൻ. ഒരു ക്വസ്റ്റ്യൻ, ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ മൂവ്മെൻറ്റ് ഡിഫ്യൂഷനാണോ ഡ്രിഫ്റ്റാണോ?
ഡ്രിഫ്റ്റ് മൂവ്മെൻ്റ് ആണ്. കാരണം എന്താണ്? ബാറ്ററി അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചാർജ് ക്യാരിയർ മൂവ്മെൻറ്റിനെ നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ചാർജ് ക്യാരിയർ മൂവ്മെൻറ്റ് ഡ്രിഫ്റ്റ് ആണ്. അപ്പോൾ ദ ഹോൾസ് ഇൻ ദ പി റീജിയൻ ഡ്രിഫ്റ്റ് ടുവേഴ്സ് ദ ജംഗ്ഷൻ. കാരണം എന്താണ്? അതിനെ പോസിറ്റീവ് ടെർമിനൽ റിപ്പൽ ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ സൈഡിലെ മെജോറിറ്റി ക്യാരിയർ ആരാണ്? ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവ്. ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിനെ അതുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ടെർമിനൽ എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യുന്നു. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എവിടേക്ക് മൂവ് ചെയ്യും? മൂവ് ടുവേഴ്സ് ദ ജംഗ്ഷൻ. ജംഗ്ഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ദ ഇലക്ട്രോൺസ് ഇൻ ദ എൻ സൈഡ് ആർ റിപ്പൽഡ് ബൈ ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ദെൻ ദ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ടുവേഴ്സ് ദ ജംഗ്ഷൻ. അപ്പോൾ ഹോൾസും ജംഗ്ഷനിലേക്ക് മൂവ് ചെയ്തു, ഇലക്ട്രോൺസും ജംഗ്ഷനിലേക്ക് മൂവ് ചെയ്തു. ഈ ജംഗ്ഷനിൽ ആരുണ്ട്? നമ്മുടെ ഡിപ്ലീഷൻ ലെയർ ഉണ്ട്. അപ്പോൾ ഈ ഹോൾസും ഇലക്ട്രോൺസും എവിടെ വന്നാണ് ഇങ്ങനെ ഇടിക്കുന്നത്? നമ്മുടെ ഡിപ്ലീഷൻ ലെയറിലേക്ക്. അപ്പോൾ ബിക്കോസ് ഓഫ് ദിസ് അഡീഷണൽ എനർജി എന്ന് ഞാനിവിടെ പറഞ്ഞു. എന്താണ് ഈ അഡീഷണൽ എനർജി? നമ്മളൊരു വോൾട്ടേജ് കൊടുത്തിട്ടാണ് ഈ ഹോൾസും ഇലക്ട്രോൺസും മൂവ് ചെയ്തത്. അപ്പോൾ ആ ഹോൾസിനും ഇലക്ട്രോൺസിനും ഇവിടെ ഒരു അഡീഷണൽ എനർജി വോൾട്ടേജിൻ്റെ ഫോമിൽ കിട്ടിയിരിക്കുന്നു. ഈ അഡീഷണൽ എനർജി കാരണമാണ് ഹോൾസും ഇലക്ട്രോൺസും വന്ന് ഡിപ്ലീഷൻ ലെയറിനെ ഇടിക്കുന്നത്. അപ്പോൾ ഈ ഡിപ്ലീഷൻ ലെയറിനെ എന്ത് ചെയ്യുന്നു? സം ഓഫ് ദി ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് പെനട്രേറ്റ് ദ ഡിപ്ലീഷൻ ലെയർ. ചില ഹോൾസും ഇലക്ട്രോൺസും ഡിപ്ലീഷൻ ലെയറിനെ പെനട്രേറ്റ് ചെയ്തു പോകുന്നു. അതായത് നമ്മുടെ ജംഗ്ഷനെ ക്രോസ് ചെയ്തു പോകുന്നു. അപ്പോൾ അതുവഴി ഒരു ചെറിയ കറണ്ട് ഫ്ലോ ചെയ്തു തുടങ്ങുന്നു. അപ്പോൾ ഡിപ്ലീഷൻ ലെയറിനെ പെനട്രേറ്റ് ചെയ്യുക മീൻസ് പൊട്ടൻഷ്യൽ ബാരിയർ വിഡ്ത്ത് ഡിക്രീസ് ചെയ്യുന്നു. അവിടുത്തെ പൊട്ടൻഷ്യൽ ബാരിയർ വിഡ്ത്ത് കുറഞ്ഞു. അപ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും? കൂടുതൽ ചാർജ് ക്യാരിയേഴ്സ് നമ്മുടെ ജംഗ്ഷനെ ക്രോസ് ചെയ്തു പോകും. ദ ഫ്രീ ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും എണ്ണം ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും പൊട്ടൻഷ്യൽ ബാരിയർ വിഡ്ത്ത് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ വോൾട്ടേജ് ഇങ്ങനെ കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ ബാരിയർ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുന്നു. When the potential barrier is completely eliminated by the applied voltage, എന്ത് സംഭവിക്കും? ജംഗ്ഷൻ റെസിസ്റ്റൻസ് ബിക്കംസ് ലോ. ജംഗ്ഷൻ്റെ റെസിസ്റ്റൻസ് ലോ ആയി മാറുന്നു. നമുക്കറിയാം റെസിസ്റ്റൻസ് ലോ ആയാൽ അതുവഴി ഹൈ കറണ്ട് ഫ്ലോ ചെയ്യും. ദിസ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ലാർജ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ അതുവഴി ഒരു ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ കറണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഫോർവേഡ് കറണ്ട്. അപ്പോൾ നമ്മുടെ ഡയോഡ് ഫോർവേഡ് ബയാസിൽ കണക്റ്റ് ചെയ്തപ്പോൾ ഡിപ്ലീഷൻ ലെയർ വിട്ട് എന്ത് ചെയ്തു? ഇല്ലാതെയായി മാറി. അപ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് ഓൾമോസ്റ്റ് സീറോ ആയി. അപ്പോൾ അതുവഴി ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ കറണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഫോർവേഡ് കറണ്ട്. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം. നമ്മൾ ഇന്നിവിടെ പഠിച്ചത് പി എൻ ജംഗ്ഷനാണ്. പി ടൈപ്പും എൻ ടൈപ്പും കൂടെ ജോയിൻ ചെയ്യുമ്പോഴുള്ള കോണ്ടാക്ട് സർഫസാണ് പി എൻ ജംഗ്ഷൻ. അതിനുശേഷം നമ്മൾ കണ്ടു പി എൻ ജംഗ്ഷന് പറയുന്ന മറ്റൊരു പേരാണ് സെമി കണ്ടക്ടർ ഡയോഡ്. സെമി കണ്ടക്ടർ ഡയോഡിന് 2 ടെർമിനൽസ്, ആനോഡും കാഥോഡും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സെമി കണ്ടക്ടർ ഡയോഡിൻ്റെ സർക്യൂട്ട് സിമ്പലും പരിചയപ്പെടുകയുണ്ടായി. അടുത്തതായി പറഞ്ഞത് ബയാസിംഗ് ആണ്. ബയാസിംഗ് എന്ന് പറയുമ്പോൾ ഡയോഡിന് എക്രോസ് ആയിട്ട് നമ്മളൊരു സെല്ല് കണക്ട് ചെയ്യുന്നതിനെയാണ് ബയാസിംഗ് എന്ന് പറഞ്ഞത്. ബയാസിംഗ് 2 ടൈപ്സ് എന്ന് പഠിച്ചു. ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും. അതിൽ ഫോർവേഡ് ബയാസിംഗ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞു. ഇനി അപ്പോൾ ഈ പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെട്ടാലോ? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, the forward voltage drop across germanium diode is about dash. ഒരു ജെർമേനിയം ഡയോഡിൻ്റെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ വാല്യൂ എത്രയാണ്? ആൻസർ 0.3 വോൾട്ട്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ജെർമേനിയം മാറ്റി സിലിക്കൺ എന്നും ചോദിക്കാം. സിലിക്കണാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എത്ര എഴുതും? 0.7 വോൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് ഡിപ്ലീഷൻ റീജിയൻ. ഡിപ്ലീഷൻ റീജിയൻ്റെ ഫോർമേഷൻ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു.
പി ടൈപ്പ് മെറ്റീരിയലിലെ ഹോൾസും എൻ ടൈപ്പ് മെറ്റീരിയലിലെ ഇലക്ട്രോൺസും മൂവ് ചെയ്ത് ഒരു സൈഡിൽ പോസിറ്റീവ് ചാർജും ഒരു സൈഡിൽ നെഗറ്റീവ് ചാർജും ഉണ്ടാവുന്ന കേസ്. അതാണ് നമ്മുടെ ഡിപ്ലീഷൻ ലെയർ. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് ദ ആക്ഷൻ ഓഫ് പി എൻ ജംഗ്ഷൻ അണ്ടർ ഫോർവേഡ് ബയാസ്. ഫോർവേഡ് ബയാസിങ്ങിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു പി എൻ ജംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞു. ആ ഓരോ പോയിൻറ്റ്സും എഴുതുക. അതായത് ഫോർവേഡ് ബയാസിൽ ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് കുറയുന്നു, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 0 ആകുന്നു, അതുവഴി ഒരു ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ എല്ലാവരും പഠിക്കുക. ഫോക്കസ് ഏരിയ മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.